ഹായ് ഫ്രണ്ട്സ്, എവർക്കും ഡിസൈൻ ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസിയോസ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഫോട്ടോഷോപ്പിനകത്ത് ഒരു ജിഫ് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതായത് ന്യൂ ഇയറിന് വേണ്ടിയിട്ടുള്ള ഒരു ജിഫ് ആനിമേഷൻ. നമ്മൾ മുൻപ് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഒരു ജിഫ് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജിഫ് ആനിമേഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അതുപോലെ ഫോട്ടോഷോപ്പ് CS6 ഞാൻ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഫോട്ടോഷോപ്പ് CS6 നമുക്ക് ജിഫ് ആനിമേഷൻസ് ചെയ്യാനായിട്ട് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം നമുക്ക് അതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ജിഫ് ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഫോട്ടോഷോപ്പിന്റെ CC വെർഷനിലുള്ള, അതായത് പുതിയ 2020 വെർഷനിലൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഫോട്ടോഷോപ്പിനകത്ത് സിമ്പിൾ ആയിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമന്റ്സുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്കിവിടെ ടൈം ലൈൻ ഓപ്പൺ ചെയ്യണം. അതിനായിട്ട് വിൻഡോയിൽ പോവാം. ഇവിടെ ടൈം ലൈൻ ഓപ്ഷൻ കാണാവുന്നതാണ്. ഇപ്പോൾ ടൈം ലൈനിൽ നമുക്ക് ഫ്രെയിം കാണാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ന്യൂ ഇയറിൻ്റെ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഓരോ ഒബ്ജക്റ്റും ഓരോ ലെയറിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ 2021 എന്ന് എഴുതിയേക്കുന്നത് നമ്മളൊരു ലെയറിലാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ലൈറ്റ് സ്പ്ലാഷ് ഉണ്ട്, ഇത് മറ്റൊരു ലെയറാണ്. പിന്നെ നമ്മുടെ ഒരു റോക്കറ്റ് ഫയർ വർക്ക്സ് ഉണ്ട്. ഇതൊക്കെ ഓരോന്നും ഓരോ ലെയറിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോന്നും ഓരോ ലെയറിലാണ് നമുക്ക് കൊടുക്കേണ്ടത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മറ്റൊരു ലെയറിലും. എല്ലാ ലെയറുകളെയും ഞാനിവിടെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് ലെയറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് കാണാം. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലെയർ സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ആവുന്നതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ലൈറ്റ് സ്പ്ലാഷിൻ്റെ കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയോട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+J പ്രസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കോപ്പിയുടെ സൈസ് നമുക്ക് അല്പം റെഡ്യൂസ് ചെയ്യണം. അതിനായിട്ട് Ctrl+T പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്രീ ട്രാൻസ്ഫോം ഇനേബിൾ ചെയ്യാം. ഇനി ഞാൻ ഇതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു സൈസ് മതി. അതുപോലെ നമുക്ക് ഈ ഒരു ലൈറ്റ് സ്പ്ലാഷിൻ്റെ മറ്റു കുറച്ച് കോപ്പികളൂടെ എടുക്കണം. അപ്പോൾ ഈ രണ്ട് ലെയറിനെ നമുക്ക് ഒരുമിച്ച് സെലക്ട് ചെയ്യാം. അതിനായിട്ട് Shift കീ പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഈ രണ്ട് ലെയർ സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ Ctrl+J പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ലൈറ്റ് സ്പ്ലാഷിൻ്റെ ഇവിടെ കോപ്പി ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു രണ്ട് ലെയറിനെ ഇവിടുന്ന് മൂവ് ചെയ്ത് വെക്കാം. നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലേക്കാണ് വെക്കേണ്ടത്. ഇനി നമുക്ക് ഈ ലെയറിനൊക്കെ റീനെയിം ചെയ്യണം. അപ്പോൾ നമ്മൾ റീനെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഫ്രെയിമുകളിൽ പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു ലെയർ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ ഈ ലെയറിന് നമുക്ക് ലൈറ്റ് സ്പ്ലാഷ് 2 എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ലെയറിന് നമുക്ക് ലൈറ്റ് സ്പ്ലാഷ് 2 കോപ്പി എന്ന് കൊടുക്കാം. ഇപ്പോൾ ഈ ലൈറ്റ് സ്പ്ലാഷ് 2 എന്ന് പറയുന്നത് നമ്മുടെ ഒരു സൈസ് കൂടിയിട്ടുള്ള സ്പ്ലാഷിനാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വീണ്ടും കോപ്പി എടുക്കണം. ഈ രണ്ട് ലെയറിനെ ഞാൻ വീണ്ടും സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് Ctrl+J പ്രസ് ചെയ്തുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ ഇവിടേക്ക് മൂവ് ചെയ്ത് വെക്കാം. നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ മെഷർമെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് വെക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ഇതിനെയും റീനെയിം ചെയ്യണം. അപ്പോൾ ഈ സൈസ് കൂടിയിട്ടുള്ളതാണ് ലൈറ്റ് സ്പ്ലാഷ് 3 എന്ന് പറയുന്ന ലെയർ. അതുപോലെ തന്നെ ഇത് ലൈറ്റ് സ്പ്ലാഷ് 3 കോപ്പിയാണ്. ഇനി നമുക്ക് ഈ രണ്ട് ലെയറിൻ്റെയും കോപ്പി വീണ്ടും എടുക്കാം. ഞാൻ Ctrl+J പ്രസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ലെയറുകളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെക്കാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ സൈസ് അല്പം കുറയ്ക്കുന്നുണ്ട്. നമുക്കിതിനും റീനെയിം ചെയ്യാം. ഇത് ലൈറ്റ് സ്പ്ലാഷ് 4 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് 4 കോപ്പിയും. ഇതിൻ്റെ ലാസ്റ്റായിട്ട് നമുക്കൊരു കോപ്പി കൂടി എടുക്കണം. ഞാൻ Ctrl+J പ്രസ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഇവിടെ വെക്കാം. ഇതിൻ്റെ സൈസ് അല്പം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇതിന് നമ്മൾ ലൈറ്റ് സ്പ്ലാഷ് 5 എന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ലൈറ്റ് സ്പ്ലാഷ് 5 കോപ്പിയാണ്. ഈ ഒരു ലെയറിനകത്ത് നമ്മൾ കോപ്പി എന്ന് റീനെയിം ചെയ്തിട്ടുള്ള എല്ലാ ലെയറുകളുടെയും സൈസ് ചെറുതാണ്. അതായത് ലൈറ്റ് സ്പ്ലാഷിൻ്റെ സൈസ് ചെറുതാണ്. അപ്പം നമ്മളിവിടെ എല്ലാ ലൈറ്റ് സ്പ്ലാഷിനകത്ത് രണ്ട് ലെയർ വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ലെയറിൽ വരുന്ന ലൈറ്റ് സ്പ്ലാഷ് ചെറുതും അതുപോലെ തന്നെ അടുത്തത് വലുതുമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്രെയിമിനകത്ത് നമ്മൾ ഇത്രയും ലെയറുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഫ്രെയിമിൻ്റെ കോപ്പി ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഫ്രെയിമിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ആദ്യത്തെ ഫ്രെയിമിൽ പോവുകയാണ്. ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒഴികെ ബാക്കി എല്ലാ ലെയറുകളും ഹൈഡ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ഹൈഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ഫ്രെയിമിലേക്ക് പോവാം. ഇവിടെ നമുക്ക് രണ്ട് ലെയറുകൾ ഇനേബിൾ ചെയ്യണം.
അതായത് ഇവിടെ റോക്കറ്റ് ഫയർ വർക്ക് 2ഉം അതുപോലെ തന്നെ റോക്കറ്റ് ഫയർ വർക്ക് 1 എന്ന് പറഞ്ഞിട്ടുള്ള ലെയറുകളാണ്. ഈ 2 ലെയറും ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്രെയിമിൻ്റെ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റോക്കറ്റിനെ അല്പം മുകളിലേക്ക് മൂവ് ചെയ്ത് വെക്കണം. അതുപോലെ ഈ ഒരു ഫയർ വർക്കിനെ ഞാൻ അല്പം മുകളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് വീണ്ടും ഇതിൻ്റെ കോപ്പി ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു ഫ്രെയിമിനകത്ത് നമുക്ക് ഈ ഒരു 2 റോക്കറ്റ് ഫയർ വർക്കിനെ മുകളിലേക്ക് മൂവ് ചെയ്ത് വെക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ലൈറ്റ് സ്പ്ലാഷ് 1 കോപ്പി ഇവിടെ എനേബിൾ ചെയ്യാം. അതുപോലെ തന്നെ ലൈറ്റ് സ്പ്ലാഷ് 2 കോപ്പി ഇവിടെ എനേബിൾ ചെയ്യാം. ഇനി ലൈറ്റ് സ്പ്ലാഷ് 3 കോപ്പി ഇവിടെ എനേബിൾ ചെയ്യാം. അപ്പോൾ ഈ ഒരു 3 ലൈറ്റ് സ്പ്ലാഷുകൾ നമ്മളിവിടെ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു റോക്കറ്റ് ഫയർ വർക്കിനെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മൂവ് ചെയ്ത് വെക്കാം. അതുപോലെ നമുക്ക് ഇതിനെ മുകളിലേക്ക് മൂവ് ചെയ്ത് വെക്കാം. അതായത് ഈ റോക്കറ്റ് ഫയർ വർക്ക് പോകുന്ന സമയത്താണ് ഇവിടെ ലൈറ്റ് സ്പ്ലാഷ് വരുന്നത്. ഇനി ഞാൻ ഈ ഒരു ഫ്രെയിമിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ലൈറ്റ് സ്പ്ലാഷ് 1 ആണ് എനേബിൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കോപ്പിയെ നമ്മൾ ഡിസേബിൾ ചെയ്യുന്നുണ്ട്. അതായത് ചെറിയ സൈസിലുള്ള സ്പ്ലാഷ് നമ്മൾ ഡിസേബിൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെയും 2 നമുക്ക് എനേബിൾ ചെയ്യാം. 2 കോപ്പി ഡിസേബിൾ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് 3 എനേബിൾ ചെയ്യാം. 3 കോപ്പി ഡിസേബിൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ റോക്കറ്റിനെ അല്പം കൂടി മുകളിലേക്ക് വെക്കണം. ഇനി നമുക്ക് വീണ്ടും ഈ ഒരു ഫ്രെയിമിൻ്റെ കോപ്പി എടുക്കാം. ഈ ഒരു ഫ്രെയിമിനകത്ത് നമ്മൾ 2021 എന്നുള്ള ടെക്സ്റ്റ് കൂടി എനേബിൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു റോക്കറ്റിനെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരാം. ഇനി നമുക്ക് ഇതിന് ആവശ്യമില്ല. ഡോക്യുമെൻ്റ് പുറത്തേക്ക് മൂവ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഈ ഒരു റോക്കറ്റ് ഫയർ വർക്കിനെ നമുക്ക് പുറത്തേക്ക് മൂവ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ അടുത്തായിട്ട് എനേബിൾ ചെയ്യുന്ന ഇവിടെ ലൈറ്റ് സ്പ്ലാഷ് 4 കോപ്പിനെയാണ്. അതായത് ഇവിടെ വരുന്ന ചെറിയ ഒരു സൈസിലുള്ള സ്പ്ലാഷിനെയാണ്. അതുപോലെ നമുക്ക് 5th ലൈറ്റ് സ്പ്ലാഷിനെ എനേബിൾ ചെയ്യാം. ഇനി നമുക്ക് ഈ 6th വീണ്ടും കോപ്പി ക്രിയേറ്റ് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള സ്പ്ലാഷ് 1 നമുക്ക് ഡിസേബിൾ ചെയ്യാം. അതുപോലെ സ്പ്ലാഷ് 2, സ്പ്ലാഷ് 3 ഒക്കെ നമുക്ക് ഡിസേബിൾ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിവിടെ സ്പ്ലാഷ് 5 എനേബിൾ ചെയ്യാം. അതുപോലെ തന്നെ 5 കോപ്പി ഡിസേബിൾ ചെയ്യുന്നുണ്ട്. വീണ്ടും ഞാനിവിടെ 4th എനേബിൾ ചെയ്യുന്നുണ്ട്. 4th കോപ്പി ഡിസേബിൾ ചെയ്യാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫ്രെയിമിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് എല്ലാ സ്പ്ലാഷിനെയും ഡിസേബിൾ ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ ഈ ഒരു ലാസ്റ്റത്തെ ഫ്രെയിമിന് നമ്മൾ 0.5 സെക്കൻഡ് ടൈം ഡ്യൂറേഷനാണ് കൊടുക്കുന്നത്. അതായത് ഈ ഒരു ലാസ്റ്റത്തെ ഫ്രെയിമിനകത്ത് വന്നു കഴിഞ്ഞാൽ 0.5 സെക്കൻഡ് കഴിഞ്ഞാൽ വീണ്ടും ഒന്നാമത്തെ ഫ്രെയിമിലേക്ക് ഇത് പോവുകയുള്ളൂ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ ആനിമേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സ്പീഡ് അല്പം കൂടുതലാണ്. ഇനി നമുക്ക് ഈ ഫ്രെയിമുകളിൽ ഇവിടെ ടീൻ ഫ്രെയിംസ് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സെക്കൻഡ് ഫ്രെയിമിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ടീൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ടീൻ ഓപ്ഷൻ മെനു വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ടീൻ വിത്ത് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ഫ്രെയിമാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഫ്രെയിംസ് ടു ആഡ്, നമുക്ക് എത്ര ഫ്രെയിമാണ് ഇവിടെ വേണ്ടതെന്നാണ്. നമുക്കൊരു ഫ്രെയിം ആഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ എല്ലാ ലെയറിൻ്റെയും വേണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്യാവുന്നതാണ്. ബാക്കിയൊക്കെ നമുക്ക് അതുപോലെ തന്നെ കീപ്പ് ചെയ്യാം. ഇനി ഓക്കെ പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സെക്കൻഡ് ഫ്രെയിമിന് ഒരു ടീൻ ഫ്രെയിം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 4th ഫ്രെയിമിനെ സെലക്ട് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് എല്ലാം ഇതുപോലെ നിലനിർത്തിക്കൊണ്ട് ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു 4th ഫ്രെയിമിന് ഒരു ടീൻ ഫ്രെയിം കൂടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 6th ഫ്രെയിം സെലക്ട് ചെയ്യാം. ഈ ഒരു 6th ഫ്രെയിമിന് നമ്മൾ 2 ടീൻ ഫ്രെയിംസ് ആണ് ആഡ് ചെയ്യുന്നത്. നമുക്കിവിടെ 2 കൊടുക്കാം. ഇവിടെ ഇപ്പോൾ 2 ടീൻ ഫ്രെയിം വന്നിട്ടുണ്ട്. നമുക്കിനി 9 സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് 2 തന്നെ കീപ്പ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 2 ടീൻ ഫ്രെയിംസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 12th ഫ്രെയിം സെലക്ട് ചെയ്യാം. ഇവിടെ നിന്ന് ഞാൻ വീണ്ടും ടീൻ എഫക്റ്റിൽ പോകുന്നുണ്ട്. നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. ഇനി 5th ഫ്രെയിം സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 ടീൻ ഫ്രെയിംസ് ആണ് വേണ്ടത്. ഓക്കെ പ്രസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ലാസ്റ്റത്തേന് ടീൻ ഫ്രെയിമിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ആനിമേഷൻ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ആനിമേഷനെ GIF ഫോർമാറ്റിലേക്ക് സേവ് ചെയ്യാം. അതിനായിട്ട് നമ്മളിവിടെ ഫയലിൽ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് സേവ് ഫോർ വെബ് സെലക്ട് ചെയ്യാം. ഇവിടെ വിൻഡോയിൽ നമുക്ക് പ്രിവ്യൂ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഫോർമാറ്റിൽ നിന്ന് GIF ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഓൾറെഡി GIF ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സൈസ് വിഡ്ത്തും ഹൈറ്റും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ വിഡ്ത്ത് ഹൈറ്റ് അല്പം ഒന്ന് കുറയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള വിഡ്ത്ത് ഹൈറ്റ് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് സേവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇനി അടുത്തായിട്ട് നിങ്ങളുടെ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ ഫയൽ നെയിം കൊടുക്കാം. ന്യൂ ഇയർ GIF എന്ന് നമുക്കിവിടെ ഞാൻ സേവ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ GIF ആനിമേഷൻ സേവ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ആനിമേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഫോൾഡറിൽ പോവാം.
ഇവിടെ നിന്ന് ഞാൻ ഫയൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആനിമേഷൻ ഇവിടെ GIF ഫോർമാറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്കും യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻസുകളും രേഖപ്പെടുത്തുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക.